7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? മുംബൈ. ഒരുകാലത്ത് 7 ചെറിയ ദ്വീപുകളുടെ കൂട്ടമായിരുന്ന മുംബൈ പിന്നീട് നികത്തി ഏകീകരിച്ച് ഒരു വലിയ നഗരമായി മാറി. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണിത്. ഏലത്തിന്റെ ജന്മദേശം? ദക്ഷിണേന്ത്യ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏലം ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലാണ് ഉത്ഭവിച്ചത്. കേരളവും തമിഴ്നാടും കർണാടകയും പ്രധാന ഏലം ഉത്പാദന കേന്ദ്രങ്ങളാണ്. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ജീവിക്കാൻ കഴിയുന്ന പക്ഷി? എംപറർ പെൻഗ്വിൻ. അന്റാർട്ടിക്കയിലെ കഠിനമായ തണുപ്പിൽ അതിജീവിക്കാൻ കഴിവുള്ള പക്ഷിയാണ് എംപറർ പെൻഗ്വിൻ. കട്ടിയുള്ള കൊഴുപ്പ് പാളിയും തൂവലുകളും ഇവയെ അതിശൈത്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒരിക്കൽ മാത്രം ഫലമുണ്ടാകുന്ന സസ്യം? വാഴ. വാഴ ഒരു മോണോകാർപിക് സസ്യമാണ്, അതായത് അത് അതിന്റെ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്ത ശേഷം നശിച്ചുപോകുന്നു. വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി? മേയോ പ്രഭു. 1869 മുതൽ 1872 വരെ ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്ന മേയോ പ്രഭു ആൻഡമാൻ ദ്വീപുകൾ സന്ദർശിക്കുമ്പോൾ ഒരു തടവുകാരനാൽ വധിക്കപ്പെട്ടു. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ് ഇദ്ദേഹം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? 1949. 1935-ൽ ഒരു സ്വകാര്യ ഓഹരി ബാങ്കായി തുടങ്ങിയ റിസർവ് ബാങ്കിനെ 1949-ൽ ഇന്ത്യൻ സർക്കാർ ദേശസാൽക്കരിച്ചു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ കൂടുതൽ നിയന്ത്രണം സർക്കാരിന് നൽകി. ജോൺ ഓഫ് ആർക്കുമായി ബന്ധപ്പെട്ട യുദ്ധം? ശതവത്സര യുദ്ധം. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ശതവത്സര യുദ്ധത്തിൽ 1337 മുതൽ 1453 വരെ ഫ്രാൻസിനെ വിജയത്തിലേക്ക് നയിച്ച സൈനിക നായികയാണ് ജോൺ ഓഫ് ആർക്ക്. പിന്നീട് അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മലമ്പുഴ അണക്കെട്ട് ഏതു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ്? ജലസേചനം. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് മലമ്പുഴ. ഇത് പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ്? ഭൂകമ്പം. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഒരു ഏകകമാണ് റിക്ടർ സ്കെയിൽ. ഈ സ്കെയിൽ ലോഗരിതമിക് ആയതിനാൽ ഓരോ പൂർണ്ണസംഖ്യയും മുൻപത്തേതിനേക്കാൾ 10 ഇരട്ടി തീവ്രതയെ സൂചിപ്പിക്കുന്നു. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം? ഓക്സീകരണം. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിച്ച് ഊർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ഓക്സീകരണം. കത്തൽ ഒരുതരം ഓക്സീകരണമാണ്. ഉത്തർപ്രദേശിലെ മുഗൾ സരായിയിൽ 1904 ഒക്ടോബർ 2 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുന്നോട്ടുവച്ചു. 1965-ലെ ഇന്ത്യ-പാക് യുദ്ധത്തിൽ അദ്ദേഹം രാജ്യത്തെ നയിച്ചു. ഏത് രാജ്യത്തിന്റെ കോളനിയാണ് ജിബ്രാൾട്ടർ? ഇംഗ്ലണ്ട്. മെഡിറ്ററേനിയൻ കടലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ജിബ്രാൾട്ടർ ബ്രിട്ടന്റെ ഒരു വിദേശ പ്രദേശമാണ്. ഇതിന് തന്ത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. വധിക്കപ്പെട്ട ആദ്യത്തെ സിഖ് ഗുരു? ഗുരു അർജുൻ ദേവ്. സിഖ് മതത്തിലെ 5ാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവ് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ നിർദ്ദേശപ്രകാരം 1606-ൽ രക്തസാക്ഷിത്വം വരിച്ചു. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബിന്റെ സമാഹരണം നടത്തിയത് അദ്ദേഹമാണ്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934-ലെ RBI ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1-നാണ് സ്ഥാപിക്കപ്പെട്ടത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശകൾ ഇതിന് ഒരു പ്രധാന കാരണമായിരുന്നു. വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ അമേരിക്കൻ ആഭ്യന്തരയുദ്ധകാലത്ത് രാജ്യത്തെ നയിക്കുകയും അടിമത്തം നിർത്തലാക്കുകയും ചെയ്തു. 1865-ൽ അദ്ദേഹം വധിക്കപ്പെട്ടു. ജഹാംഗീർ നഗറിന്റെ ഇപ്പോഴത്തെ പേര്?
ധാക്ക. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ നഗരം ഇന്ന് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയാണ്. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമുള്ള നഗരമാണിത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം 1903. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ സ്ഥാപിച്ച ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. സമൂഹത്തിൽ സമത്വവും നീതിയും സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. അഭിനവഭോജൻ എന്നറിയപ്പെട്ടത് ആര്? കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന കൃഷ്ണദേവരായർ സാഹിത്യത്തിലും കലയിലും ഒരുപോലെ താൽപ്പര്യമുള്ളയാളായിരുന്നു. അദ്ദേഹത്തിന്റെ അറിവും കലാപരമായ പിന്തുണയും കാരണം അഭിനവഭോജൻ എന്ന വിശേഷണം ലഭിച്ചു. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഒഡീഷയിലെ കൊണാർക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സൂര്യക്ഷേത്രം കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ നാവികർക്കിടയിൽ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെട്ടിരുന്നു. യുനെസ്കോ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു സ്മാരകമാണിത്. ധ്രുപദ് എന്നാൽ എന്ത്? ഒരു തരം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിലെ ഏറ്റവും പഴയതും ഗംഭീരവുമായ രൂപങ്ങളിൽ ഒന്നാണ് ധ്രുപദ്. ഇത് പ്രധാനമായും ഭക്തിയും ധ്യാനവും ലക്ഷ്യമിട്ടുള്ള സംഗീത രൂപമാണ്. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് ആര്? തിരുമല നായ്ക്കർ. തമിഴ്നാട്ടിലെ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രം നായ്ക്കർ രാജവംശത്തിലെ തിരുമല നായ്ക്കരുടെ കാലത്താണ് വികസിപ്പിക്കുകയും ഇന്നത്തെ രൂപത്തിലാക്കുകയും ചെയ്തത്. മരുഭൂമി ഏറ്റവും കുറവുള്ള ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്. ഭൂമിയിലെ മറ്റു വൻകരകളെ അപേക്ഷിച്ച് യൂറോപ്പിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മരുഭൂമികളോ അർദ്ധ മരുഭൂമികളോ കാണപ്പെടുന്നുള്ളൂ. യൂറോപ്പിന്റെ പൊതുവായ കാലാവസ്ഥ ഇതിന് അനുകൂലമല്ല. 1921 ഒറ്റപ്പാലത്ത് നടന്ന പ്രഥമ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ടി. പ്രകാശം. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളനം. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ട ടി. പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ജീവിതകാലം മുഴുവൻ മറ്റൊരു ജീവിയുടെ പാൽ കുടിക്കുന്ന ഏകജീവി? മനുഷ്യൻ. മനുഷ്യൻ മാത്രമാണ് ജീവിതകാലം മുഴുവൻ മറ്റൊരു ജീവിയായ കന്നുകാലികളുടെ പാൽ ഉപയോഗിക്കുന്ന പ്രധാന ജീവി. ഇത് ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും ഒരു സാധാരണ ഭക്ഷണരീതിയാണ്. ദ്രാവിഡ കഴകം സ്ഥാപിച്ചത് ആര്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. പെരിയാർ. ദക്ഷിണേന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ പ്രമുഖനായ പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ 1944 ദ്രാവിഡർ കഴകം സ്ഥാപിച്ചു. ഇത് ജാതിവിവേചനത്തിനെതിരെയും ദ്രാവിഡ സ്വത്വത്തിനും വേണ്ടി നിലകൊണ്ടു. ശ്രീനഗറിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ആര്? ജഹാംഗീർ. കശ്മീരിലെ ശ്രീനഗറിൽ ദാൽ തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഷാലിമാർ പൂന്തോട്ടം മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ തന്റെ ഭാര്യയായ നൂർജഹാനു വേണ്ടി 1619 നിർമ്മിച്ചതാണ്. ഇത് മുഗൾ ഗാർഡൻ ശൈലിയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിജീവിക്കാൻ ബഹിരാകാശ പേടകത്തിന് വേണ്ട കുറഞ്ഞ വേഗത എത്ര? 11.2 കിലോമീറ്റർ പ്രതി സെക്കൻഡ്. ഇത് ഭൂമിയുടെ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി എന്നറിയപ്പെടുന്നു. ഒരു വസ്തുവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം വിട്ടുപുറത്തേക്ക് പോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വേഗതയാണിത്. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? 6 മാസം. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു വ്യക്തിക്ക് പാർലമെന്റിലെ ഒരു സഭയിലും അംഗമല്ലാതെ പ്രധാനമന്ത്രിയായി തുടരാം. എന്നാൽ 6 മാസത്തിനകം ഏതെങ്കിലും ഒരു സഭയിൽ അംഗത്വം നേടണം. അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം രാജിവെക്കേണ്ടി വരും. 1920 ചേർന്ന AITUCയുടെ 1ാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ലാലാ ലജ്പത് റായ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ ഫെഡറേഷനായ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ഏതക് ആദ്യ സമ്മേളനം 1920 ബോംബെയിൽ വെച്ച് നടന്നു. ഇതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആയിരുന്നു.
ജഗദ്ഗുരു എന്നറിയപ്പെട്ട ബീജാപൂർ സുൽത്താൻ ആര്? ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ. സംഗീതത്തിലും കലയിലും വലിയ താൽപര്യമുണ്ടായിരുന്ന ബീജാപൂരിലെ ആദിൽ ഷാഹി രാജവംശത്തിലെ സുൽത്താനായിരുന്നു ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ. അദ്ദേഹത്തിന്റെ കലാപരമായ സംഭാവനകൾ കാരണം ജഗദ്ഗുരു എന്ന വിശേഷണം ലഭിച്ചു. പാഡയുടെ രക്തത്തിന്റെ നിറം എന്താണ്? നിറമില്ലാത്തത്. പാഡയുടെ രക്തത്തിൽ ഹീമോലിംഫ്, ഓക്സിജൻ വഹിക്കുന്ന ഹീമോഗ്ലോബിൻ ഇല്ലാത്തതുകൊണ്ട് അതിന് നിറമില്ല. ഇത് ശരീരത്തിലൂടെ പോഷകങ്ങളും മാലിന്യങ്ങളും കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു. ഒ. ഹെൻറി ആരുടെ തൂലികാനാമമാണ്? വില്യം സിഡ്നി പോർട്ടർ. ലോകപ്രശസ്തനായ അമേരിക്കൻ ചെറുകഥാകൃത്താണ് ഒ. ഹെൻറി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വില്യം സിഡ്നി പോർട്ടർ എന്നാണ്. അപ്രതീക്ഷിത അന്ത്യങ്ങളുള്ള ട്വിസ്റ്റ് എൻഡിങ്സ് കഥകൾക്ക് അദ്ദേഹം പ്രസിദ്ധനാണ്. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏത്? പാമ്പ്. പാമ്പുകൾക്ക് ആയിരക്കണക്കിന് വാരിയെല്ലുകൾ ഉണ്ടാവാം. ഇത് അവയുടെ ശരീരം നീട്ടാനും ചുരുക്കാനും ഇഴഞ്ഞു നീങ്ങാനും സഹായിക്കുന്നു. ഓരോ കശേരുവിനോടും 2 വാരിയെല്ലുകൾ വീതം ചേർന്നിരിക്കും. ഹെൽവേഷ്യ എന്നത് ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിന്റെ ചരിത്രപരവും കവിതാപരവുമായ പേരാണ് ഹെൽവേഷ്യ. റോമൻ കാലഘട്ടത്തിൽ ഈ പ്രദേശം ഹെൽവേഷ്യ എന്നറിയപ്പെട്ടിരുന്നു. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് ആര്? കേണൽ ആൻഡ്രൂ വാഗ്. ബ്രിട്ടീഷ് സർവേയർ ജനറലായ സർ ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പിൻഗാമി കേണൽ ആൻഡ്രൂ വാഗ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിക്ക് എവറസ്റ്റ് എന്ന് പേര് നൽകിയത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നുമാണ് ഗോദാവരി. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കാരണം ഇതിനെ വൃദ്ധഗംഗ എന്ന് വിശേഷിപ്പിക്കുന്നു. സമത്വ സമാജം 1836 സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊന്നാണ് 1836 വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച സമത്വ സമാജം. ജാതിവിവേചനത്തിനെതിരെയും സാമൂഹിക സമത്വത്തിനു വേണ്ടിയും ഇത് നിലകൊണ്ടു. വേദാന്ത കോളേജ് 1825 സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് വേദാന്ത തത്വചിന്തയും പാശ്ചാത്യ ശാസ്ത്രീയ വിജ്ഞാനവും പഠിപ്പിക്കുന്നതിനായി 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചു. മനുഷ്യർ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 13 മുതൽ 17 വരെ പ്രാവശ്യം. വിശ്രമാവസ്ഥയിലുള്ള ഒരു മുതിർന്ന മനുഷ്യൻ സാധാരണയായി ഒരു മിനിറ്റിൽ 12നും 20നും ഇടയിൽ തവണ ശ്വാസമെടുക്കുന്നു. ശരാശരി 13 മുതൽ 17 വരെ എന്നത് ഈ പരിധിയിലെ ഒരു സംഖ്യയാണ്. ജറ്റ്ലാൻഡ് എന്നത് ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ്? ഡെൻമാർക്ക്. യൂറോപ്പിലെ ഡെൻമാർക്കിന്റെ പ്രധാന ഭൂഭാഗമായ ജറ്റ്ലാൻഡ് ഉപദ്വീപിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പഴയ പേര്. ജർമ്മനിയുടെ ഭാഗവും ഉൾപ്പെടുന്ന ചരിത്രപരമായ പ്രദേശമാണിത്. വാസ്കോഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്ന വർഷം? 1502. പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ 1498 ആദ്യമായി ഇന്ത്യയിലെത്തി. പിന്നീട് 1502 അദ്ദേഹം രണ്ടാമത്തെ തവണയും 1524 മൂന്നാമത്തെ തവണയും ഇന്ത്യ സന്ദർശിച്ചു. വടക്കുകിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര് എന്താണ്? തുലാവർഷം. ഇന്ത്യയിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലഭിക്കുന്ന മൺസൂൺ മഴയെയാണ് വടക്കുകിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ, ഈ മഴ തുലാവർഷം എന്നറിയപ്പെടുന്നു. ഹസ്രബാൽ പള്ളി ഏത് തടാകത്തിനരികിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദാൽ തടാകം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ദാൽ തടാകത്തിന്റെ തീരത്താണ് ഹസ്രബാൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ പള്ളി മുസ്ലിങ്ങൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. പോയിന്റ് കാലിമർ വന്യജീവി പക്ഷി സങ്കേതം ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റ് കാലിമർ വന്യജീവി പക്ഷി സങ്കേതം ദേശാടന പക്ഷികൾക്ക് പേരുകേട്ടതാണ്.
പ്രത്യേകിച്ച് ഫ്ലമിംഗോകളുടെ ഒരു പ്രധാന താവളമാണിത്. ഏത് കമ്പ്യൂട്ടർ കമ്പനിയാണ് മൗസ് ആദ്യമായി വാണിജ്യപരമായി പ്രചാരത്തിൽ കൊണ്ടുവന്നത്? ആപ്പിൾ കോർപ്പറേഷൻ. 1980-കളിൽ ആപ്പിൾ തങ്ങളുടെ ലിസ മക്കിന്തോഷ് കമ്പ്യൂട്ടറുകൾക്കൊപ്പം മൗസ് ഉപകരണം അവതരിപ്പിച്ചു. ഇത് പേഴ്സണൽ കമ്പ്യൂട്ടിംഗിൽ വിപ്ലവം സൃഷ്ടിക്കുകയും മൗസിന്റെ വ്യാപകമായ ഉപയോഗത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആഴ്വാർമാർ ഏത് ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്? വിഷ്ണു. ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന വിശുദ്ധന്മാരായിരുന്നു ആഴ്വാർമാർ. ഇവർ ഭഗവാൻ വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ വിവിധ അവതാരങ്ങളെയും ആരാധിക്കുന്നവരായിരുന്നു. ഏത് സിഖ് ഗുരുവായാണ് പാഹുൽ സമ്പ്രദായം നടപ്പാക്കിയത്? ഗുരു ഗോബിന്ദ് സിംഗ്. 10ാമത്തെയും അവസാനത്തെയും സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് ആണ് പാഹുൽ എന്ന ചടങ്ങ് ആരംഭിച്ച് കൽസ പന്ഥ സ്ഥാപിച്ചത്. സിഖ് മതത്തിലെ ഒരു പ്രധാന ചടങ്ങാണിത്. ലുധിയാന ഏത് നദിയുടെ തീരത്താണ്? സത്ലജ്. പഞ്ചാബിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലുധിയാന സത്ലജ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രധാന വ്യാവസായിക കേന്ദ്രം കൂടിയാണ്. ഏത് സിഖ് ഗുരുവിന് ശേഷമാണ് ഗുരുപദം പൈതൃക രീതിയിലായി മാറിയത്? രാംദാസ്. 4ാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് തന്റെ മകനായ അർജൻ ദേവിനെ ഗുരുവാക്കിയതോടെയാണ് സിഖ് ഗുരുപദം പൈതൃകമായി കൈമാറുന്ന സമ്പ്രദായം ആരംഭിച്ചത്. ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ആര്? ലിനസ് ടോർവാൾഡ്സ്. ഫിന്നിഷ് അമേരിക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ലിനസ് ടോർവാൾഡ്സ് ആണ് ലിനക്സ് കേർണൽ വികസിപ്പിച്ചത്. ഇത് പിന്നീട് ഗനു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ അടിസ്ഥാനമായി മാറി. നൈൽ നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? മെഡിറ്ററേനിയൻ കടൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ വടക്കോട്ടൊഴുകി ഈജിപ്തിലൂടെ മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്നു. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം ഏത്? സ്വർണം. സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു പ്രധാന രാസപ്രക്രിയയാണ് സയനൈഡ് പ്രോസസ്. സയനൈഡ് ലായനികൾ ഉപയോഗിച്ച് സ്വർണത്തെ അയിരുകളിൽ നിന്ന് ലയിപ്പിച്ചെടുക്കുന്നു. ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണക്കാണ് ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകത്തിന് പേരിട്ടിരിക്കുന്നത്? എൻറിക്കോ ഫെർമി. 100ാമത്തെ മൂലകമായ ഫെർമിയം FM ആണവോർജത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമിയുടെ ബഹുമാനാർത്ഥം പേര് നൽകപ്പെട്ടതാണ്. സാമ്പത്തികശാസ്ത്രത്തിൽ നോബൽ ജേതാവായ ആദ്യ വനിത ആര്? എലിനോർ ഓസ്ട്രോം. 2009-ൽ പൊതുവിഭവങ്ങളുടെ ഭരണനിർവഹണം സംബന്ധിച്ച ഗവേഷണങ്ങൾക്ക് എലിനോർ ഓസ്ട്രോം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. ഈ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയായിരുന്നു അവർ. സിന്ധുനദീതട സംസ്കാര കാലഘട്ടത്തിലെ വീടുകൾ നിർമ്മിക്കപ്പെട്ടത് എന്ത് ഉപയോഗിച്ചാണ്? ഇഷ്ടിക. സിന്ധുനദീതട സംസ്കാരത്തിലെ നഗരാസൂത്രണം വളരെ മികച്ചതായിരുന്നു. ഹാരപ്പൻ, മോഹൻജൊദാരോ പോലുള്ള നഗരങ്ങളിൽ ചുട്ടെടുത്ത ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങളും വീടുകളും നിർമ്മിച്ചിരുന്നത്. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠഭൂമി പ്രദേശം ഏത്? ഡെക്കാൻ. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തുവന്ന ലാവ തണുത്തുറഞ്ഞാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വലിയൊരു ഭാഗം രൂപപ്പെട്ടത്. ഇത് ബസാൾട്ട് പാറകളാൽ സമ്പന്നമാണ്. ഏതു വംശമാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിക്കപ്പെട്ടത്? പാലവംശം. 8ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ഗോപാലൻ എന്നയാളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് രാജാവാക്കിയതോടെയാണ് പാലവംശം അധികാരത്തിൽ വന്നത്. ഇത് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു അപൂർവ പ്രതിഭാസമായിരുന്നു. സംഘകാല ജനതയുടെ മുഖ്യ ഭക്ഷണം എന്തായിരുന്നു? അരി. പ്രാചീന ദക്ഷിണേന്ത്യയിലെ സംഘകാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥം അരിയായിരുന്നു. നെൽകൃഷിക്ക് അക്കാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നീണ്ടകര അഴി ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ്? അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലമാണ് നീണ്ടകര അഴി. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ 1ാം നിയമനിർമ്മാണ കമ്മീഷൻ രൂപവൽക്കരിച്ച വർഷം? 1955.
നിയമപരമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും നിയമങ്ങളുടെ ഏകീകരണത്തിനും വേണ്ടി സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യത്തെ നിയമ കമ്മീഷൻ 1955-ൽ സ്ഥാപിക്കപ്പെട്ടു. ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ദ്വീപ് ഏത്? ബിത്ര. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര. ഇവിടെ വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമേയുള്ളൂ. സ്വരാജ് റൗണ്ട് ഏത് നഗരത്തിലാണ്? തൃശൂർ. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള വലിയ വൃത്താകൃതിയിലുള്ള റോഡിനെയാണ് സ്വരാജ് റൗണ്ട് എന്ന് വിളിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രം ഈ റൗണ്ടിന്റെ നടുവിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതു വംശത്തിന്റെ ഭരണകാലമാണ് പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ഗുപ്തവംശം. കല, ശാസ്ത്രം, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയിൽ വലിയ മുന്നേറ്റങ്ങൾ കണ്ട ഒരു കാലഘട്ടമായിരുന്നു ഗുപ്ത ഭരണകാലം. സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവരുടെ ഭരണത്തിൻ കീഴിൽ ഈ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തി. വടക്കൻ യൂറോപ്പിന്റെ ക്ഷീരസംഭരണി എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഡെൻമാർക്ക്. ക്ഷീര ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനത്തിലും കയറ്റുമതിയിലും ഡെൻമാർക്ക് മുന്നിട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ മേഖലയിലെ അവരുടെ പ്രാധാന്യം കാരണമാണ് ഡെൻമാർക്കിനെ വടക്കൻ യൂറോപ്പിന്റെ ക്ഷീരസംഭരണി എന്ന് വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാര്? ചീഫ് സെക്രട്ടറി. ഒരു സംസ്ഥാന ഭരണകൂടത്തിലെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് പദവിയാണ് ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തിലെ എല്ലാ സിവിൽ സർവീസ് വിഭാഗങ്ങളുടെയും തലവനായി ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നു. വൃഷഭാദ്രിപുരം എന്നറിയപ്പെട്ടിരുന്നത് ഏത് സ്ഥലമാണ്? തൃശൂർ. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിന്റെ പഴയകാല പേരുകളിലൊന്നാണ് വൃഷഭാദ്രിപുരം. ഇത് തൃശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പേരാണ്. വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണ്? കൃഷ്ണരാജസാഗർ. കർണാടകയിലെ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കൃഷ്ണരാജസാഗർ അണക്കെട്ടിനോട് ചേർന്നാണ് മനോഹരമായ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് മൈസൂരിന് സമീപമുള്ള ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ഏത്? ചോലനാക്കന്മാർ. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമാണ് ചോലനാക്കന്മാർ. ഗുഹകളെയും പാറയിടുക്കുകളെയും ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഇവർ ഗുഹാവാസികൾ എന്നും അറിയപ്പെടുന്നു. ക്ലാസിക്കൽ നൃത്തരൂപമായ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലെ വില്ലേജിന്റെ പേരാണ്? കൃഷ്ണ. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ ക്ലാസിക്കൽ നൃത്തരൂപത്തിന് അതിന്റെ പേര് ലഭിച്ചത്. ഇത് തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ നൃത്തങ്ങളിൽ ഒന്നാണ്. കരേര വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കരേര വന്യമൃഗ സംരക്ഷണ കേന്ദ്രം പ്രധാനമായും വംശനാശ ഭീഷണി നേരിടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പക്ഷികളെ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചതാണ്. കടലാമകൾ മുട്ടയിടുന്നത് എവിടെ? കരയിൽ. കടലാമകൾ വെള്ളത്തിൽ ജീവിക്കുന്നവയാണെങ്കിലും മുട്ടയിടുന്നതിനായി അവ കരയിലേക്ക് വരുന്നു. മണൽ നിറഞ്ഞ തീരങ്ങളിലാണ് അവ കുഴികൾ ഉണ്ടാക്കി മുട്ടയിടുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം എവിടെയാണ്? ലക്കിടി. മലയാളത്തിലെ പ്രശസ്ത കവിയും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം പാലക്കാട് ജില്ലയിലെ ലക്കിടിക്ക് സമീപമുള്ള കിള്ളിക്കുറിശ്ശിമംഗലത്താണ്. ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ഏത്? ആഗ്നേയശില. ഭൂമിയുടെ ഉള്ളിൽ മാഗ്മ തണുത്തുറഞ്ഞോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ലാവ പുറത്തെത്തി തണുത്തുറഞ്ഞോ രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. മറ്റ് എല്ലാ ശിലകളുടെയും രൂപീകരണത്തിന് ഇത് അടിസ്ഥാനമായതുകൊണ്ട് ഇതിനെ അടിസ്ഥാന ശില എന്ന് വിളിക്കുന്നു. വാതകരൂപത്തിലുള്ള ഹോർമോൺ ഏത്? എഥിലീൻ. സസ്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാന ഹോർമോണാണ് എഥിലീൻ. ഇത് വാതകരൂപത്തിൽ നിലനിൽക്കുകയും പഴങ്ങൾ പാകപ്പെടുന്നതിലും സസ്യങ്ങളുടെ വളർച്ചാ പ്രക്രിയകളിലും പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഒന്നാം ലോക മലയാള സമ്മേളനം നടന്ന സ്ഥലം? തിരുവനന്തപുരം.
മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രചാരണത്തിനും വികാസത്തിനും വേണ്ടി സംഘടിപ്പിച്ച ഒന്നാം ലോക മലയാള സമ്മേളനം നടന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന തീയതി 1949 ഒക്ടോബർ 1. ചൈനീസ് ആഭ്യന്തരയുദ്ധത്തിന് ശേഷം മാവോ സെതൂങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന അധികാരം പിടിച്ചെടുക്കുകയും 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഔദ്യോഗികമായി സ്ഥാപിക്കുകയും ചെയ്തു. വൃന്ദാവൻ പൂന്തോട്ടം എവിടെയാണ്? മൈസൂർ. കർണാടകയിലെ മൈസൂരിന് സമീപം കൃഷ്ണരാജസാഗര അണക്കെട്ടിനോട് ചേർന്നാണ് പ്രസിദ്ധമായ വൃന്ദാവൻ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. വൃത്താന്തപത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലയാള പത്രപ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും രീതികളെയും കുറിച്ച് എഴുതപ്പെട്ട പ്രധാന കൃതിയാണ് വൃത്താന്തപത്രപ്രവർത്തനം. ഇത് രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. വൂളാർ തടാകത്തിന്റെ പഴയ പേര് എന്താണ്? മഹാപത്മസർ. ജമ്മുകാശ്മീരിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ തടാകം മഹാപത്മസർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇതൊരു പ്രധാന ജലസ്രോതസ്സാണ്. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ പ്രസിദ്ധി നേടിയ സംഗീതോപകരണം ഏത്? ഷെഹ്നായി. ഭാരതരത്ന ജേതാവായ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷെഹ്നായി വാദനത്തിൽ ലോകപ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മാന്ത്രിക വിരലുകളിലൂടെ ഷെഹ്നായിക്ക് ഒരു പുതിയ മാനം നൽകി. ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? വിന്ധ്യ. ഇന്ത്യയെ വടക്കൻ ഇന്ത്യയെന്നും ദക്ഷിണേന്ത്യയെന്നും വേർതിരിക്കുന്ന ഒരു പർവ്വതനിരയാണ് വിന്ധ്യ. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മധ്യഭാഗത്തായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വ്യാപിച്ചു കിടക്കുന്നു. വീണ വായിക്കുന്നതിൽ താൽപര്യമുണ്ടായിരുന്ന ഗുപ്തരാജാവ് ആര്? സമുദ്രഗുപ്തൻ. ഗുപ്തസാമ്രാജ്യത്തിലെ മഹാനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന സമുദ്രഗുപ്തൻ ഒരു മികച്ച സൈനികൻ മാത്രമല്ല, കലയിലും സംഗീതത്തിലും താൽപര്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാണയങ്ങളിൽ വീണ വായിക്കുന്ന രൂപം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളം എവിടെയാണ്? നെടുമ്പാശ്ശേരി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനത്താവളമാണ്. 1999 ഇത് പ്രവർത്തനമാരംഭിച്ചു. വീട് താമസിക്കാനുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞതാര്? ലെ കോർബ്യൂസിയർ. ആധുനിക വാസ്തുവിദ്യയുടെ പിതാക്കന്മാരിൽ ഒരാളായ ലെ കോർബ്യൂസിയർ യൂട്ടിലിറ്റേറിയൻ ഡിസൈനിന്റെ വക്താവായിരുന്നു. വീടിനെ ഒരു യന്ത്രം ആയി കണ്ടത് അതിന്റെ പ്രവർത്തനപരതയ്ക്കും കാര്യക്ഷമതയ്ക്കും അദ്ദേഹം നൽകിയ പ്രാധാന്യം വ്യക്തമാക്കുന്നു. വൈനിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഈനോളജി. വൈൻ നിർമ്മാണം, ഉത്പാദനം, അതിന്റെ രാസഘടന, രോഗങ്ങൾ, സംഭരണം, വാർദ്ധക്യം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഈനോളജി. ഇതൊരു പ്രത്യേക ശാസ്ത്രശാഖയാണ്. വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് എന്ത്? എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എന്ന ബാക്ടീരിയൽ അണുബാധയാണ് സാധാരണയായി എലിപ്പനി എന്നറിയപ്പെടുന്നത്. മലിനമായ വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും ഇത് മനുഷ്യരിലേക്ക് പകരാം. കടുത്ത പനി, പേശിവേദന, മഞ്ഞപ്പിത്തം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാൾ എവിടെയാണ്? കൊൽക്കത്ത എൽഫിൻസ്റ്റൺ പിക്ചർ പാലസ്. 1907 കൊൽക്കത്തയിൽ ആരംഭിച്ച എൽഫിൻസ്റ്റൺ പിക്ചർ പാലസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം സിനിമാ ഹാൾ എന്ന് കരുതപ്പെടുന്നത്. ഇത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. വൈദ്യുത പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത്? വെള്ളി. വെള്ളിക്ക് മറ്റ് ലോഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ വൈദ്യുത പ്രതിരോധശേഷിയുണ്ട്. അതിനാൽ വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹങ്ങളിൽ ഒന്നാണ് വെള്ളി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏത്? എറണാകുളം. കേരളത്തിലെ എറണാകുളം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരതാ പദവി നേടിയ ജില്ല. 1990 ഈ നേട്ടം കൈവരിച്ചു. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു.
വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുന്നതിനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1964-ൽ ഡോക്ടർ D.S. കോത്താരിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇതിന്റെ റിപ്പോർട്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയ രൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി. ഉപനിഷത്തുകളുടെ പ്രതിപാദ്യ വിഷയം എന്താണ്? തത്വചിന്ത. ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട തത്വചിന്താ ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. ആത്മാവ്, ബ്രഹ്മം, മോക്ഷം, കർമ്മം തുടങ്ങിയ ആഴമേറിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ദാർശനികമായ അന്വേഷണങ്ങളും സംവാദങ്ങളുമാണ് ഇവയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രനഗരം എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ സയൻസ് CET കൊൽക്കത്തയിലാണ്. വിദ്യാഭ്യാസവും വിനോദവും ലക്ഷ്യമിട്ട് ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഇത് സ്ഥാപിച്ചത്. ഇദി അമീൻ ഏത് രാജ്യക്കാരനാണ്? ഉഗാണ്ട. ഉഗാണ്ടയുടെ മൂന്നാമത്തെ പ്രസിഡന്റായിരുന്ന ഇദി അമീൻ 1971 മുതൽ 1979 വരെ രാജ്യം ഭരിച്ച ഒരു സൈനിക സ്വേച്ഛാധിപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ക്രൂരതകൾക്കും കുപ്രസിദ്ധമായിരുന്നു. റൌഫ് ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ്? കാശ്മീർ. ജമ്മു കാശ്മീരിലെ സ്ത്രീകളുടെ ഒരു പ്രധാന നാടോടി നൃത്തരൂപമാണ് റൌഫ്. വിളവെടുപ്പ് കാലത്തും മറ്റ് ആഘോഷവേളകളിലും ഈ നൃത്തം സാധാരണയായി അവതരിപ്പിക്കാറുണ്ട്. 2 പ്രാവശ്യം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത് ആര്? ഗുൽസാരിലാൽ നന്ദ. ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും മരണശേഷം ഗുൽസാരിലാൽ നന്ദ 2 തവണ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞുകിടന്ന ഹ്രസ്വകാലയളവുകളിലാണ് അദ്ദേഹം ഈ പദവി വഹിച്ചത്. ഇദയക്കനി എന്നറിയപ്പെട്ടത് ആര്? ജയലളിത. തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെ തമിഴ് ജനത സ്നേഹത്തോടെ ഇദയക്കനി, ഹൃദയത്തിന്റെ കനി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഒരു നടിയെന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും അവർ പ്രശസ്തയായിരുന്നു. ഒക്ടോബർ 2 ജനിച്ച പ്രധാന നേതാക്കൾ ആരെല്ലാം? ഗാന്ധിജിയും ലാൽ ബഹാദൂർ ശാസ്ത്രിയും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയും ഒക്ടോബർ 2 ജനിച്ചത്. ഈ ദിനം ഗാന്ധിജയന്തിയായി ആചരിക്കുന്നു. ഏത് രാജ്യത്തിനെതിരെയുണ്ടായ നടപടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായത്? തുർക്കി. 1-ാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടപ്പോൾ സഖ്യകക്ഷികൾ തുർക്കി സുൽത്താന്റെ ഖലീഫ പദവി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ജമൈക്ക. കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാജ്യമാണ് ജമൈക്ക. മനോഹരമായ പ്രകൃതി സൗന്ദര്യവും ഊഷ്മളമായ കാലാവസ്ഥയും കാരണം ഇതിനെ വസന്ത ദ്വീപ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ നായകനാര്? രവി. OV വിജയന്റെ പ്രശസ്ത നോവലായ ഖസാക്കിന്റെ ഇതിഹാസം മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. രവി എന്ന കഥാപാത്രത്തിന്റെ ആത്മീയവും മാനസികവുമായ യാത്രയാണ് ഈ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കുവേണ്ടി മാത്രമുള്ള നൃത്തമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത്? മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം. സ്ത്രീകൾ ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്ന ഈ നൃത്തം ലാസ്യഭാവത്തിനും വശ്യമായ ചലനങ്ങൾക്കും പേരുകേട്ടതാണ്. ഏത് തുഗ്ലക്ക് സുൽത്താന്റെ കാലത്താണ് വിജയനഗര സാമ്രാജ്യവും ബാഹ്മിനി വംശവും സ്ഥാപിക്കപ്പെട്ടത്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്താണ് ദക്ഷിണേന്ത്യയിൽ വിജയനഗര സാമ്രാജ്യവും ഡെക്കാനിൽ ബാഹ്മിനി സുൽത്താനത്തും സ്ഥാപിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരായ കലാപങ്ങളും ഭരണപരമായ പിഴവുകളും ഈ പുതിയ സാമ്രാജ്യങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കി. AR റഹ്മാൻ ഏതു മേഖലയിലാണ് പ്രസിദ്ധൻ? സംഗീത സംവിധായകൻ. ലോകപ്രശസ്തനായ സംഗീത സംവിധായകനും ഗായകനും സംഗീത നിർമ്മാതാവുമാണ് AR
റഹ്മാൻ. ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഗീതം ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയാണ്. ഏതു വംശത്തിനുശേഷമാണ് സേനന്മാർ ബംഗാളിൽ അധികാരത്തിൽ വന്നത്? പാല വംശം. 8-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ഉയർന്നുവന്ന പാല സാമ്രാജ്യം 11-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്ഷയിച്ചു. ഇതിനുശേഷം സേന രാജവംശം പാല സാമ്രാജ്യത്തിന്റെ പിൻഗാമികളായി ബംഗാളിന്റെ ഭരണം ഏറ്റെടുത്തു. ഗോൾഫ് പ്രവാഹം ഗൾഫ് സ്ട്രീം ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രധാന സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. ഇത് ഉഷ്ണജലപ്രവാഹമാണ്, യൂറോപ്പിന്റെ കാലാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്നു. ലീഗ് ഓഫ് നേഷൻസിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആര്? വുഡ്രോ വിൽസൺ. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനായി രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാന വക്താവും ആശയദാതാവും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ 14 പോയിന്റുകൾ ഈ ആശയത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഒഡീഷയിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഏത്? ഒഡീസി. ഭാരതത്തിലെ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നാണ് ഒഡീസി. ഒഡീഷയുടെ ക്ഷേത്രശില്പങ്ങളിലും പുരാതന ഗ്രന്ഥങ്ങളിലും ഇതിന്റെ വേരുകൾ കാണാം. ലക്ഷബഷ് അഥവാ ലക്ഷം ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താൻ ആര്? കുത്ബുദ്ദീൻ ഐബക്. ഡൽഹി സുൽത്താനത്ത് സ്ഥാപകനായ കുത്ബുദ്ദീൻ ഐബക് തന്റെ ഔദാര്യത്തിനും ദാനശീലത്തിനും പേരുകേട്ടവനായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തെ ലക്ഷബഷ് എന്ന് വിശേഷിപ്പിച്ചത്. കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? രാജീവ് ഗാന്ധി. 1985-ൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് കൂറുമാറ്റ നിരോധന നിയമം 52-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള കൂറുമാറ്റം തടയുന്നതിനാണ് ഈ നിയമം കൊണ്ടുവന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനമായ തേഞ്ഞിപ്പലം ഏത് ജില്ലയിലാണ്? മലപ്പുറം. 1968-ൽ സ്ഥാപിക്കപ്പെട്ട കാലിക്കറ്റ് സർവകലാശാല കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയാണ്. ഇതിന്റെ പ്രധാന ക്യാമ്പസ് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്ത് സ്ഥിതി ചെയ്യുന്നു. ടൈറ്റാനിക് കപ്പൽ ഏത് സമുദ്രത്തിലാണ് മുങ്ങിയത്? അറ്റ്ലാന്റിക് സമുദ്രം. 1912-ൽ അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ച് മുങ്ങിയ ടൈറ്റാനിക് കപ്പൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അപകടത്തിൽപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാക്കപ്പലുകളിൽ ഒന്നായിരുന്നു ഇത്. ഒഡീഷയുടെ പഴയ പേര് എന്താണ്? കലിംഗം. ആധുനിക ഒഡീഷയുടെ ചരിത്രപരമായ പേരാണ് കലിംഗം. അശോക ചക്രവർത്തിയുടെ പ്രശസ്തമായ കലിംഗ യുദ്ധം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരളയാത്ര ഏതു വർഷമായിരുന്നു? 1937. 1937-ൽ ഗാന്ധിജി നടത്തിയ കേരളയാത്ര ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. സാമൂഹിക പരിഷ്കരണത്തിന് ഊന്നൽ നൽകിയ ഈ യാത്രയെ അദ്ദേഹം ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചു. ഗോബി മരുഭൂമി ഏതു വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ. മംഗോളിയയുടെയും ചൈനയുടെയും വലിയ ഭാഗങ്ങൾ വ്യാപിച്ചുകിടക്കുന്ന ഗോബി മരുഭൂമി ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമികളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള മരുഭൂമികളിൽ ഒന്നാണിത്. ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയതില്ലാത്ത നോബൽ സമ്മാനം ഏതു വിഷയത്തിലാണ്? സാമ്പത്തികശാസ്ത്രം. ആൽഫ്രഡ് നോബലിന്റെ ഇഷ്ടപ്രകാരം ശാസ്ത്രം, സാഹിത്യം, സമാധാനം എന്നീ വിഷയങ്ങളിലാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. എന്നാൽ സാമ്പത്തികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം സ്വീഡന്റെ കേന്ദ്ര ബാങ്ക് 1968-ൽ ആൽഫ്രഡ് നോബലിന്റെ സ്മരണാർത്ഥം പിന്നീട് ഏർപ്പെടുത്തിയതാണ്. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം? 1977. പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം 1977-ൽ സ്ഥാപിച്ചതാണ് വയലാർ അവാർഡ്. മലയാള സാഹിത്യത്തിന് നൽകുന്ന മികച്ച സംഭാവനകളെ ഇത് അംഗീകരിക്കുന്നു. ഏത് ഗുപ്തരാജാവിന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ് ഫാഹിയാന്റെ കൃതികളിൽ വിവരിക്കുന്നത്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ.
5-ാം നൂറ്റാണ്ടിൽ ചൈനീസ് ബുദ്ധസന്യാസിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ വിക്രമാദിത്യൻ ഭരണകാലത്താണ്. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളിൽ അന്നത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? ഭൂകമ്പ തീവ്രത. ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കുന്നതിനുള്ള ഒരു ലോഗരിതമിക് സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. ഓരോ യൂണിറ്റ് വർധനവും ഭൂകമ്പത്തിന്റെ ആംപ്ലിറ്റ്യൂഡിൽ 10 ഇരട്ടി വർധനവിനെയും ഊർജ്ജത്തിൽ 32 മടങ്ങ് വർധനവിനെയും സൂചിപ്പിക്കുന്നു. വയനാട് ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? കൽപ്പറ്റ. കേരളത്തിലെ വടക്കുകിഴക്കൻ ജില്ലയായ വയനാടിന്റെ ഭരണസിരാകേന്ദ്രവും പ്രധാന പട്ടണവുമാണ് കൽപ്പറ്റ. ഇത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. ഏത് വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്? ഹൈഡ്രജൻ. സസ്യ എണ്ണകളെ ഹൈഡ്രജനുമായി പ്രതിപ്രവർത്തിപ്പിച്ച് ഹൈഡ്രോജിനേഷൻ പൂരിതമാക്കുമ്പോഴാണ് വനസ്പതി നെയ്യ് അഥവാ ഡാൽഡ നിർമ്മിക്കുന്നത്. ഈ പ്രക്രിയയിൽ സാധാരണയായി നിക്കൽ ഒരു ഉത്പ്രേരകമായി ഉപയോഗിക്കുന്നു. ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? -40 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് സ്കെയിലുകൾ തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച് ഈ താപനില കണ്ടെത്താം. -40 ഡിഗ്രി സെൽഷ്യസും -40 ഡിഗ്രി ഫാരൻഹീറ്റും ഒരേ താപനിലയെയാണ് സൂചിപ്പിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോ ഏത് സമുദ്രതീരത്താണ്? പസഫിക് സമുദ്രം. അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ ഒരു പ്രധാന നഗരമായ സാൻ ഫ്രാൻസിസ്കോ പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രധാന തുറമുഖ നഗരം കൂടിയാണ്. ഏത് രാജ്യത്തോടാണ് ഫ്രാൻസ് ശതവർഷ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്? ഇംഗ്ലണ്ട്. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ 1337 മുതൽ 1453 വരെ നീണ്ടുനിന്ന സൈനിക സംഘർഷങ്ങളെയാണ് ശതവർഷ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫ്രഞ്ച് സിംഹാസനത്തിന്മേലുള്ള അവകാശവാദങ്ങളാണ് ഈ യുദ്ധത്തിന് പ്രധാന കാരണം. ഊട്ടി ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? നീലഗിരി. തമിഴ്നാട്ടിലെ ഊട്ടി നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നീലഗിരി അതിന്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. ദി ഡിസന്റ് ഓഫ് മാൻ രചിച്ചത് ആര്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ രചിച്ച ഈ പുസ്തകം 1871-ലാണ് പ്രസിദ്ധീകരിച്ചത്. മനുഷ്യന്റെ പരിണാമത്തെയും ലൈംഗിക തിരഞ്ഞെടുപ്പിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ ഇത് വിശദീകരിക്കുന്നു. ഒറിയ ഭാഷ ഏത് ഭാഷാഗോത്രത്തിൽപ്പെടുന്നു? ഇൻഡോ ആര്യൻ. ഒഡീഷ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയായ ഒറിയ ഇൻഡോ ആര്യൻ ഭാഷാകുടുംബത്തിലെ ഒരു കിഴക്കൻ ശാഖയിൽപ്പെട്ട ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് ഏകദേശം 1500 വർഷത്തെ ചരിത്രമുണ്ട്. ഏത് രാജാവിന്റെ കാലത്താണ് ബുദ്ധൻ മരണപ്പെട്ടത്? അജാതശത്രു. മഗധ ഭരിച്ചിരുന്ന ഹര്യങ്ക രാജവംശത്തിലെ പ്രധാനിയായിരുന്ന അജാതശത്രുവിന്റെ ഭരണകാലത്താണ് ഗൗതമ ബുദ്ധൻ നിർവാണം പ്രാപിച്ചത്. BCE 5-ാം നൂറ്റാണ്ടിലായിരുന്നു ഈ സംഭവം. കുത്ബുദ്ദീൻ ഐബകിനുശേഷം കുറച്ചുകാലത്തേക്ക് പിൻഗാമിയായ ഡൽഹി സുൽത്താൻ ആര്? 6-ാം ഷാ. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശ സ്ഥാപകനായ കുത്ബുദ്ദീൻ ഐബക്കിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ 6-ാം ഷാ കുറച്ചുകാലം സിംഹാസനത്തിലിരുന്നു. എന്നാൽ പിന്നീട് ഇൽത്തുമിഷ് അധികാരത്തിലെത്തുകയായിരുന്നു. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനായിരുന്നു സ്വന്തം ഭരണഘടനയുണ്ടായിരുന്നത്? ജമ്മു കാശ്മീരിന്. ജമ്മു കാശ്മീരിന് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 പ്രകാരം പ്രത്യേക പദവി അനുവദിച്ചിരുന്നു. ഇതുപ്രകാരം ജമ്മു കാശ്മീരിന് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. എന്നാൽ 2019-ൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ ഈ പ്രത്യേക പദവി നഷ്ടപ്പെടുകയും ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്തു. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് ആര്? CK കുമാരപ്പണിക്കർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളും വയലാർ സമരത്തിലെ പ്രധാനികളിൽ ഒരാളുമായിരുന്നു CK കുമാരപ്പണിക്കർ. അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ മാനിച്ച് വയലാർ സ്റ്റാലിൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഏത് വൻകരയിലെ ഉയരം കൂടിയ ഭാഗമാണ് വിൻസൺ മാസിഫ്? അന്റാർട്ടിക്ക.
അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് വിൻസൺ മാസിഫ്. ഇത് എൽസ്വർത്ത് പർവ്വതനിരകളിൽ സ്ഥിതിചെയ്യുന്നു. ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം. അൾട്രാവയലറ്റ്. ഭൂമിയുടെ ഉപരിതലത്തിലെ ജീവജാലങ്ങൾക്ക് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ പാളി ആഗിരണം ചെയ്യുകയും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഇത് ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഏത് സമുദ്രത്തിലാണ് മഡഗാസ്കർ? ഇന്ത്യൻ മഹാസമുദ്രം. ആഫ്രിക്കയുടെ തെക്കുകിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ദ്വീപ് രാഷ്ട്രമാണ് മഡഗാസ്കർ. ലോകത്തിലെ 4ാമത്തെ വലിയ ദ്വീപാണിത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യ. 2004-ൽ എഡ്യൂസാറ്റ് ഇഡിയുഎസ്ഐടി എന്ന പേരിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഇത് വിദൂര വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ പരിപാടികൾക്കും സഹായകമായി. അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം നെയ്റോബി. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ UNEP ആസ്ഥാനം കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയാണ്. ആഗോള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് UNEP നേതൃത്വം നൽകുന്നു. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. തുടയുടെ മുൻഭാഗത്തുള്ള സാർട്ടോറിയസ് പേശിയാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. ഇത് കാൽമുട്ടും ഇടുപ്പും വളക്കാൻ സഹായിക്കുന്നു. വിംബിൾഡൺ എവിടെയാണ്? ലണ്ടൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെന്റായ വിംബിൾഡൺ നടക്കുന്നത് ലണ്ടനിലെ വിംബിൾഡൺ എന്ന സ്ഥലത്താണ്. ഇത് 4 ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളിൽ ഒന്നാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം നൈനിറ്റാൾ. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം നൈനിറ്റാളാണ്. 2000-ൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഈ ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടു. വിഡ്ഢി ദിനം ആഘോഷിച്ചു തുടങ്ങിയ രാജ്യം ഫ്രാൻസ്. ഏപ്രിൽ 1-ന് ആഘോഷിക്കുന്ന വിഡ്ഢി ദിനത്തിന്റെ ഉത്ഭവം ഫ്രാൻസിലാണെന്ന് കരുതപ്പെടുന്നു. ചാൾസ് 9-ാമൻ 1564-ൽ കലണ്ടർ മാറ്റം വരുത്തിയതുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഏതു വൻകരയെയാണ് ജിബ്രാൾട്ടർ കടലിടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത്? യൂറോപ്പ്. ജിബ്രാൾട്ടർ കടലിടുക്ക് യൂറോപ്പിനെ, പ്രത്യേകിച്ച് സ്പെയിനിനെ, ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോ വേർതിരിക്കുന്നു. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നു. ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തു ക്ലോറോഫ്ലൂറോകാർബൺ. ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs ഓസോൺ പാളിക്ക് വലിയ നാശമുണ്ടാക്കുന്ന രാസവസ്തുക്കളാണ്. ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ നിലവിലുണ്ട്. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി മൂങ്ങ. ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും മൂങ്ങയെ വിജ്ഞാനം, ജ്ഞാനം, ബുദ്ധി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുന്നു. രാത്രിയിൽ കാണാനുള്ള കഴിവ് കാരണം പലപ്പോഴും ഇത് നിഗൂഢതയുടെയും സൂക്ഷ്മതയുടെയും പ്രതീകമായും ചിത്രീകരിക്കപ്പെടുന്നു. വിദേശാക്രമണം, സായുധകലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 352. ഇന്ത്യൻ ഭരണഘടനയുടെ 352-ാം അനുച്ഛേദം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്നു. യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം എന്നിവയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ. ഏതു വൻകരയിലെ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ചത്? യൂറോപ്പ്. 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കോളനി സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു. ഇത് ലോക ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്തി. വികേന്ദ്രീകൃതാസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചായത്ത് കല്യാശ്ശേരി, കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി പഞ്ചായത്താണ് കേരളത്തിൽ വികേന്ദ്രീകൃതാസൂത്രണത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത്. ഇത് പ്രാദേശിക തലത്തിൽ വികസനം നടപ്പിലാക്കുന്നതിൽ ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ.
സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധനും രണ്ടാമത്തെ ഗ്രഹമായ ശുക്രനും സ്വാഭാവിക ഉപഗ്രഹങ്ങളില്ലാത്തവയാണ്. മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം ഒന്നോ അതിലധികമോ ഉപഗ്രഹങ്ങളുണ്ട്. കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആർതർ സിസ്റ്റർ ക്ലാർക്ക്. പ്രശസ്ത ശാസ്ത്ര നോവലിസ്റ്റായ ആർതർ സിസ്റ്റർ ക്ലാർക്ക് 1945-ലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആശയം മുന്നോട്ടുവെച്ചത്. ഈ ആശയം ആധുനിക ആശയവിനിമയ ഉപഗ്രഹ സാങ്കേതികവിദ്യയ്ക്ക് അടിത്തറയിട്ടു. ഭരതനാട്യത്തിനുവേണ്ടി രുക്മിണി ദേവി അരുണ്ടേൽ എവിടെയാണ് കലാക്ഷേത്ര സ്ഥാപിച്ചത്? അടയാർ. രുക്മിണി ദേവി അരുണ്ടേൽ ഭരതനാട്യം, കർണാടക സംഗീതം, പരമ്പരാഗത ഇന്ത്യൻ കലാരൂപങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1936-ൽ ചെന്നൈയിലെ അടയാറിൽ കലാക്ഷേത്ര സ്ഥാപിച്ചു. ഇത് ഇന്ത്യൻ കലാരംഗത്തെ ഒരു പ്രധാന സ്ഥാപനമാണ്. പാകിസ്ഥാൻ റെയിൽവേയുടെ ആസ്ഥാനം ലാഹോർ. പാകിസ്ഥാൻ റെയിൽവേയുടെ ആസ്ഥാനം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ലാഹോർ ആണ്. ഇത് രാജ്യത്തിന്റെ ഗതാഗത ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാണ്. നരനാരായൺ സേതുവാണ് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം. ഇത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന നരനാരായൺ സേതു വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ റോഡ് പാലമാണ്. ഇത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഉപനിഷത്തുകളുടെ എണ്ണം 108. ഉപനിഷത്തുകൾ പ്രാചീന ഭാരതത്തിലെ തത്വചിന്താ ഗ്രന്ഥങ്ങളാണ്. 108 ഉപനിഷത്തുകളാണ് പ്രധാനമായും ഉള്ളത്. അവ വേദങ്ങളുടെ അവസാന ഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇതായി രോഗമുണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? കാഡ്മിയം. കാഡ്മിയം മലിനീകരണം മൂലമുണ്ടാകുന്ന ഒരു ഗുരുതരമായ രോഗമാണ് ഇതായി. ഇത് പ്രധാനമായും എല്ലുകളെയും വൃക്കകളെയും ബാധിക്കുകയും കടുത്ത വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം നളന്ദ സർവകലാശാലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിന്റെ പുനരുജ്ജീവനത്തിനായി വാദിച്ചു. ഇത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പാരമ്പര്യത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കമായിരുന്നു. ഇണയെ തിന്നുന്ന ജീവി ചിലന്തി. ചിലന്തികൾക്കിടയിൽ, പ്രത്യേകിച്ച് ചിലയിനം കറുത്ത വിധവ ചിലന്തികളിൽ, ഇണചേരലിനുശേഷം പെൺചിലന്തികൾ ആൺചിലന്തികളെ ഭക്ഷിക്കുന്നത് സാധാരണമാണ്. ഇത് കാനിബലിസം എന്ന പ്രതിഭാസത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഏറ്റവും വലുപ്പമുള്ള ചെവിയുള്ള ജീവി ആഫ്രിക്കൻ ആന. ആഫ്രിക്കൻ ആനകൾക്ക് വലിയ ചെവികളുണ്ട്. ഇത് ശരീരതാപനില നിയന്ത്രിക്കാൻ അവയെ സഹായിക്കുന്നു. ഈ വലിയ ചെവികൾ ആഫ്രിക്കയുടെ ചൂടേറിയ കാലാവസ്ഥയിൽ അതിജീവിക്കാൻ അവയ്ക്ക് സഹായകമാണ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഇംഗ്ലീഷ് ചാനൽ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു ഭാഗമായ ഇംഗ്ലീഷ് ചാനൽ ഗ്രേറ്റ് ബ്രിട്ടൻ ദ്വീപിനെ വടക്കൻ ഫ്രാൻസിൽ നിന്ന് വേർതിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതകളിൽ ഒന്നാണിത്. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് മാഗ്സസെ അവാർഡ്. ഫിലിപ്പൈൻസിന്റെ മുൻ പ്രസിഡന്റ് റാമോൺ മാഗ്സസെയുടെ സ്മരണാർത്ഥം നൽകുന്ന ഈ അവാർഡ് ഏഷ്യയിലെ വ്യക്തിത്വങ്ങൾക്കും സംഘടനകൾക്കും സാമൂഹിക സേവനങ്ങൾക്കും നൽകുന്നു. ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായി കണക്കാക്കപ്പെടുന്നു. രംഗസ്വാമി കപ്പ് ഏത് കളിയുടേതാണ്? ഹോക്കി. രംഗസ്വാമി കപ്പ് ഇന്ത്യൻ ഹോക്കിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ട്രോഫിയാണ്. ഇത് ഇന്ത്യയിലെ ഹോക്കി കളിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ശതവർഷയുദ്ധം ആരംഭിച്ച വർഷം 1338. ശതവർഷയുദ്ധം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 1338-ൽ ആരംഭിച്ചു. ഈ യുദ്ധം 116 വർഷം നീണ്ടുനിന്നു. പ്രധാനമായും ഇംഗ്ലീഷ് രാജാക്കന്മാരുടെ ഫ്രാൻസിലെ അവകാശവാദങ്ങളെ ചൊല്ലിയായിരുന്നു ഇത്. കുപ്രസിദ്ധമായ കാമാത്തിപുര വ്യഭിചാര കേന്ദ്രം എവിടെയാണ്? മുംബൈ. മുംബൈയിലെ ഒരു പഴയതും ചരിത്രപരവുമായ പ്രദേശമാണ് കാമാത്തിപുര. ഇത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നവുമായി ബന്ധപ്പെട്ട സ്ഥലമായി പലപ്പോഴും പരാമർശിക്കപ്പെടാറുണ്ട്. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച് ബെർലിൻ ഭിത്തി തകർന്ന വർഷം
1989 1989 നവംബർ 9 ബെർലിൻ മതിൽ തകർത്തത് ശീതയുദ്ധത്തിന്റെ അന്ത്യത്തെയും ജർമ്മനിയുടെ ഏകീകരണത്തെയും സൂചിപ്പിച്ചു. ഇത് 20-ാം നൂറ്റാണ്ടിലെ ഒരു നിർണായക രാഷ്ട്രീയ സംഭവമായിരുന്നു. കിങ്സ്ഫോർഡ് എന്ന ജില്ലാ മജിസ്ട്രേറ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ തൂക്കിലേറ്റപ്പെട്ടത് ഖുദിറാം ബോസ്. 1908 കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഖുദിറാം ബോസിനെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ശിവജിയും മുഗളരും പുരന്ദർ സന്ധി ഒപ്പിട്ട വർഷം 1665. 1665 ജൂൺ 11 മുഗൾ ജനറൽ ജയ് സിംഗ് ഒന്നാമനും ഛത്രപതി ശിവജിയും തമ്മിലാണ് പുരന്ദർ ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി പ്രകാരം ശിവജിക്ക് മുഗളർക്ക് കോട്ടകൾ കൈമാറേണ്ടി വന്നു. വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭൻ. 1959 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെയിറക്കുന്നതിനായി നടന്ന വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. കിങ് മേക്കർ എന്നറിയപ്പെട്ട തമിഴ് നേതാവ് കെ. കാമരാജ്. തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായ കെ. കാമരാജ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയായിരുന്നു. പ്രധാനമന്ത്രിമാരായ ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഇന്ദിരാഗാന്ധിയെയും തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നതിനാൽ കിങ് മേക്കർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. എലിഫന്റ ഗുഹകൾ നിർമ്മിച്ചത് രാഷ്ട്രകൂടന്മാർ. മഹാരാഷ്ട്രയിലെ മുംബൈക്ക് സമീപമുള്ള എലിഫന്റ ഗുഹകൾ രാഷ്ട്രകൂട രാജാക്കന്മാരാണ് നിർമ്മിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ ഗുഹകൾ ഹിന്ദു, ബുദ്ധമതങ്ങളുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾക്കും ഗുഹാക്ഷേത്രങ്ങൾക്കും പേരുകേട്ടതാണ്. സൂറത്തിൽ ആദ്യത്തെ ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിതമായ വർഷം 1668. 1668 ഫ്രാങ്കോയിസ് കാരോണിന്റെ നേതൃത്വത്തിലാണ് സൂറത്തിൽ ഫ്രഞ്ചുകാർ അവരുടെ ആദ്യത്തെ വ്യാപാരശാല സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയിലെ ഫ്രഞ്ച് കോളനിവൽക്കരണത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോ. 1904 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോയ്ക്ക് ലഭിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമാധാനം ഉറപ്പാക്കുന്നതിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു ഈ പുരസ്കാരം. തിരുവിതാംകൂറിന്റെ പ്രതിനിധികളായി എത്ര പേരാണ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്? 6. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനായി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് 6 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഘട്ടമാണ്. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28 ആചരിക്കാൻ കാരണം CV രാമൻ ഇഫക്ട് കണ്ടുപിടിച്ച തീയതി. സർ CV രാമൻ 1928 ഫെബ്രുവരി 28 രാമൻ ഇഫക്ട് കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1930 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ദി ലുമിനസ് സ്പാർക്സ് എന്ന പുസ്തകം രചിച്ചത് APJ അബ്ദുൽ കലാം. ദി ലുമിനസ് സ്പാർക്സ് എന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതവീക്ഷണങ്ങളും ചിന്തകളും ഉൾക്കൊള്ളുന്ന പുസ്തകമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. രാജതരംഗിണിയിൽ എവിടത്തെ രാജാക്കന്മാരുടെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്? കശ്മീർ. കൽഹണൻ രചിച്ച രാജതരംഗിണി കശ്മീരിലെ രാജാക്കന്മാരുടെ സമഗ്രമായ ചരിത്രരേഖയാണ്. AD 12-ാം നൂറ്റാണ്ടിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റോറി. പ്രോക്സിമ സെന്റോറി ആൽഫ സെന്റോറി നക്ഷത്രവ്യൂഹത്തിലെ ഒരു ഭാഗമാണ്. ഇത് സൂര്യനിൽ നിന്ന് ഏകദേശം 4.2 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നു. സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴി. സൂര്യനിൽ നിന്നുള്ള താപം വൈദ്യുതകാന്തിക തരംഗങ്ങളായി ശൂന്യതയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലെത്തുന്നു. ഈ പ്രക്രിയയെ വികിരണം എന്ന് പറയുന്നു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കർ.
സർദാർ കെ.എം. പണിക്കർ പ്രമുഖ നയതന്ത്രജ്ഞനും ചരിത്രകാരനുമായിരുന്നു. 1959-ലാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. പൈറോഹീലിയോമീറ്റർ എന്നത് സൂര്യരശ്മികളുടെ തീവ്രതയും താപനിലയും അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. ഇത് പ്രധാനമായും കാലാവസ്ഥാ പഠനങ്ങളിലും സൗരോർജ്ജ ഗവേഷണങ്ങളിലും ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ അണ്ഡം. ഭൂമിയിലെ ഏറ്റവും വലിയ ഒറ്റക്കോശം ഒട്ടകപ്പക്ഷിയുടെ അണ്ഡമാണ്. ഇതിന് ഏകദേശം 15 സെന്റിമീറ്റർ വ്യാസവും 1.4 കിലോഗ്രാം ഭാരവുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതിചെയ്യുന്നത് നെയ്യാർ ഡാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിന് സമീപത്താണ് ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതിചെയ്യുന്നത്. ഇത് വന്യജീവി സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള ഒരു പദ്ധതിയാണ്. ഏറ്റവും വലിയ ജന്തുവിഭാഗം ആർത്രോപോഡ. ഷഡ്പദങ്ങളും ചിലന്തികളും ഞണ്ടുകളും ഉൾപ്പെടുന്ന ആർത്രോപോഡയാണ് ജന്തുരാജ്യത്തിലെ ഏറ്റവും വലിയ ഫൈലം. ലോകത്തിലെ മിക്കവാറും എല്ലാ ആവാസവ്യവസ്ഥകളിലും ഇവയെ കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, 1960. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഉത്തരാഖണ്ഡിലെ പന്ത്നഗറിൽ 1960-ൽ സ്ഥാപിച്ച ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മധ്യത്തിലായി സ്ഥിതിചെയ്തിരുന്ന നഗരം നാഗ്പൂർ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മധ്യഭാഗത്തായി സ്ഥിതിചെയ്തിരുന്ന നഗരമായിരുന്നു നാഗ്പൂർ. സെൻട്രൽ പ്രോവിൻസസിന്റെ തലസ്ഥാനം കൂടിയായിരുന്നു അന്ന് നാഗ്പൂർ. ഏറ്റവും വലിയ ഉരഗം മുതല. ഏറ്റവും വലിയ ഉരഗം മുതലയാണ്. പ്രത്യേകിച്ചും ശുദ്ധജല മുതലകളും ചതുപ്പുനില മുതലകളും വലുപ്പത്തിൽ മുൻപന്തിയിലാണ്. ഭീമാകാരമായ ശരീരവും ശക്തിയുമുള്ള ജീവിയാണിത്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ഭാരതരത്നം ആദ്യമായി നേടിയത് ഗോപിനാഥ് ബോർദോളോയ്. അസമിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഗോപിനാഥ് ബോർദോളോയ്ക്കാണ് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഭാരതരത്നം ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായി 1999-ൽ. വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയ സംസ്ഥാനം കേരളം. വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് കേരളത്തിലാണ്. 1902-ൽ ആലുവയിലാണ് ആദ്യത്തെ റബ്ബർ തോട്ടം ആരംഭിച്ചത്. ഓണാഘോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തമിഴ് കൃതി മധുരൈക്കാഞ്ചി. തമിഴ് സംഘകാല കൃതിയായ മധുരൈക്കാഞ്ചിയിൽ ഓണാഘോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഓണത്തിന്റെ പഴക്കത്തെക്കുറിച്ചുള്ള തെളിവുകളിൽ ഒന്നാണ്. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെട്ടത് ദേവിക റാണി റോറിച്ച്. ഇന്ത്യൻ സിനിമയിലെ ആദ്യകാല നായികമാരിൽ ഒരാളും പ്രമുഖ നടിയുമായ ദേവിക റാണി റോറിച്ച് ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ അഥവാ ഇന്ത്യൻ സിനിമയുടെ ലേഡി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് അവർ നൽകിയ സംഭാവനകൾ വലുതാണ്. ഓംബുഡ്സ്മാൻ സംവിധാനം ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം സ്വീഡൻ. സർക്കാർ സംവിധാനങ്ങളിലെ അഴിമതിയും ദുരുപയോഗവും തടയുന്നതിനായി ഓംബുഡ്സ്മാൻ സംവിധാനം ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം സ്വീഡനാണ്. 1809-ലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഏഷ്യയുടെ പ്രകാശമെന്ന് ശ്രീബുദ്ധനെ വിശേഷിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡ്. സർ എഡ്വിൻ ആർണോൾഡ് രചിച്ച ദ ലൈറ്റ് ഓഫ് ഏഷ്യ, ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലാണ് ശ്രീബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത്. ബുദ്ധന്റെ ജീവിതവും പഠിപ്പിക്കലുകളുമാണ് ഈ കാവ്യത്തിന്റെ ഇതിവൃത്തം. വിമോചന സമരകാലത്തെ ആഭ്യന്തരമന്ത്രി സിസ്റ്റർ അച്യുത മേനോൻ. 1959-ലെ വിമോചന സമരകാലത്ത് കേരളത്തിലെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി സിസ്റ്റർ അച്യുതമേനോൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി. താളമേള വാദ്യകലാരംഗത്തെ കുലപതി സ്ഥാനീയരെ ആദരിക്കാൻ കേരള സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡ് പല്ലാവൂർ പുരസ്കാരം. കേരള സർക്കാർ താളമേള വാദ്യകലാരംഗത്തെ പ്രമുഖരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പല്ലാവൂർ പുരസ്കാരം.
പെരുവനം കുട്ടന്മാരാരെപ്പോലെയുള്ള കലാകാരന്മാർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്? ഗണിതശാസ്ത്രം. ഗണിതശാസ്ത്രത്തെ ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മറ്റ് ശാസ്ത്രശാഖകളുടെ അടിസ്ഥാനമായി വർത്തിക്കുന്നതിനാലാണിത്. ഉപതിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അംഗമായത്? പുരുഷോത്തം ദാസ് ടണ്ടൻ. ഉപതിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അംഗമായ വ്യക്തി പുരുഷോത്തം ദാസ് ടണ്ടനായിരുന്നു. അദ്ദേഹം ഒരു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്നു. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസിതര പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസിതര പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. 1999 മുതൽ 2004 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദം. ഹൈപ്പോയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ? സോഡിയം, സൾഫർ, ഓക്സിജൻ, ഹൈഡ്രജൻ. സോഡിയം തയോസൾഫേറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് Na2S2O5HO ആണ് സാധാരണയായി ഹൈപ്പോ എന്നറിയപ്പെടുന്നത്. അതിനാൽ ഇതിൽ സോഡിയം, സൾഫർ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിനർഹനായ ആദ്യ ഭാരതീയൻ? CV രാമൻ. ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ CV രാമനാണ് ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഭാരതീയൻ. 1930-ൽ രാമൻ പ്രഭാവം കണ്ടുപിടിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം? നായ. മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം നായയാണ്. ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുമ്പാണ് നായകളെ മനുഷ്യർ കൂട്ടുകൂട്ടിത്തുടങ്ങിയത്. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 1890-ൽ മലയാള മനോരമ പത്രം സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിലൊന്നാണിത്. മലയാറ്റൂരിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി? യന്ത്രം. പ്രശസ്ത സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി യന്ത്രം എന്ന നോവലാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള ഈ നോവൽ നിയമലോകത്തിലെ അനുഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്.